മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ട്. നടിമാരുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മുൻ MLA PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MV ഗോവിന്ദൻ. പാവർട്ടി പെരിങ്ങാട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30ഓളം കോഴികളാണ് ചത്തത്. പെരിങ്ങാട് പുഴയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് പെരിങ്ങാട് പുഴയുടെ ആഴം കുറഞ്ഞ അവസ്ഥയിൽ. കാഞ്ഞാണി പാവർട്ടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തുന്നു. കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. വാർത്തകൾ വിശദമായി. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു. നടിമാരുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. സ്ത്രീകൾക്ക് അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതി, അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളത്. ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 233 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതിനാൽ ആളുകളുടെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി. 49 പേജിലെ 96 പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ MLA PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കുമോ എന്നറിയില്ല. രാജിവെക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ തീരുമാനമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി ഫണ്ട് തിരിമറി കേസിൽ CPM അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നതാണ് CPIM നിലപാടെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കേസിന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ. പിന്നെ രണ്ടാമത് നമ്മുടെ പാലക്കാട് സഖാവ് ശശിക്കെതിരെ നടപടി എടുത്ത് നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോൾ ആള് KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. അദ്ദേഹത്തെ നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം. ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് തുടരും. ഇത് ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേകം പറയണ്ട. ഭൂതകാലം വർത്തമാനം പ്രത്യേകം അതിൻ്റെ ഭാവി കാലം പ്രത്യേകം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്, അറിയാൻ വേണ്ടി. അറിയില്ല. അത് അദ്ദേഹം പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? ഇല്ല. രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നുണ്ടല്ലോ. പാർട്ടിയിൽ നിന്നൊരു ശുചീകരണം നടത്തുന്നതിന്റെ ഭാഗം അല്ല, പാർട്ടിക്കകത്ത് നിരന്തരമായ ശുചീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. പരാതികളിലെല്ലാം വളരെ ഏത് പരാതി ഉണ്ടായാലും പരാതിൻ്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിൽ വിട്ടുപിടിച്ചു. പക്ഷേ PK ശശിനെ മാറ്റിയില്ല എന്നൊരു സാങ്കേതികമായിട്ട് പറയുന്നതാണോ, അത് ഓർഡർ ഉത്തരവായിട്ടില്ല എന്നാണോ പാർട്ടി? അതാണോ? അല്ല, ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി, മലയാളത്തിലല്ലേ പറഞ്ഞത്. ക്ലാരിറ്റി വേണ്ടി അതിനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശശീൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. സാധ്യതയുണ്ടോ? കാഫൂർ പരാമർശത്തിൽ DYFയുടെ നേതാവ്
പാവർട്ടി പെരിങ്ങാട് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30ഓളം കോഴികളാണ് ചത്തത്. കോഴിക്കൂടും തെരുവു നായ്ക്കൾ തകർത്തിട്ടുണ്ട്. ഏകദേശം 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. വെട്ടിക്കൽ സ്കൂളിന് സമീപം കൂട്ടമായെത്തിയ തെരുവു നായ്ക്കൾ മദ്രസയിൽ പോകുകയായിരുന്ന കുട്ടികൾക്ക് നേരെ ഓടിയെത്തിയെങ്കിലും നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെരുവുനായ ശല്യം സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എരുമപ്പെട്ടി കടങ്ങോട് ഓടുംകുന്നിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. പാലക്കാട് ആലിപ്പറമ്പിൽ വീട്ടിൽ വിശ്വജിത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിശ്വജിത്തിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിങ്ങാട് പുഴയുടെ ആഴം കുറഞ്ഞത് പരിശോധിക്കാൻ ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘമെത്തി. ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് പെരിങ്ങാട് പുഴ ആഴം കുറഞ്ഞ അവസ്ഥയിലാണ്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് നേരിട്ട് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഓഫീസർ ടോണി ജോസഫ്, പ്രമോട്ടർ ശ്രീശുഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലത്തെത്തിയത്. പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി പഞ്ചായത്തുകളിലാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയത്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ അബു കാട്ടിൽ, ഷൈജു തിരുനെല്ലൂർ, UK രാധാകൃഷ്ണൻ, അബ്ദുൾ അസീസ് എന്നിവരുമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമായും വിദഗ്ധ സംഘം പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. 2018 പ്രളയകാലത്ത് ഒലിച്ചു വന്ന മണ്ണും ചെളിയും മാലിന്യങ്ങളും വൻതോതിലാണ് പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. പുഴ ചതുപ്പുനിലത്തിന് സമാനമായതോടെ മത്സ്യസമ്പത്ത് ഇല്ലാതായി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. പുഴയിൽ വെള്ളത്തിന്റെ സംഭരണശേഷി കുറഞ്ഞതോടെ തീരദേശ മേഖലയിലെ വീടുകളും സ്ഥാപനങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലായി. നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരാതികളും മറ്റും കേട്ട ഉദ്യോഗസ്ഥ സംഘം വിശദമായ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഉടൻ കൈമാറുമെന്ന് വ്യക്തമാക്കിയതായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹി ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അവരുടെ വിഷമങ്ങളും പരാതികളും മനസ്സിലാക്കുകയും അവരുടെ വിഷമങ്ങൾക്കും പരാതികൾക്കും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് കൊടുക്കുമെന്ന ഉറപ്പിന്മേലാണ് മടങ്ങിയത്. പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാൻ ജലസേചന വകുപ്പും ജില്ലാ പഞ്ചായത്തും പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും പുഴ പ്രദേശം റിസർവ് വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിനാൽ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. TCV ന്യൂസ്, പാവറട്ടി. കാഞ്ഞാണി പാവറട്ടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ സൂചന പണിമുടക്ക് തുടരുന്നു. BMS തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. മന്ദഗതിയിൽ നടക്കുന്ന കൾവർട്ടുകളുടെ നവീകരണവും കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാത്തതുമാണ് റൂട്ടിലെ വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. നിരവധി പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ബസ് പണിമുടക്കിനെ തുടർന്ന് ഈ മേഖലയിലെ വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലായി. ചേലക്കര പഴയന്നൂരിൽ സുഹൃത്തുക്കളെ വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശികളായ ഫയാസ്, മനൂബ് എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ കൊടക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന പാലക്കാട് പുതുശ്ശേരി നീലിക്കാട് സ്വദേശി ജയകൃഷ്ണനെയും സുഹൃത്ത് വിനോദിനെയുമാണ് പ്രതികൾ വീട് കയറി വെട്ടി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പ്രതികളെ കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ CI KM മുഹമ്മദ് ബഷീർ, SI DS ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയാണ് മനൂബ് എന്ന് പോലീസ് പറഞ്ഞു. മണ്ണമ്പേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കര സ്വദേശി ഐനിക്കൽ ബെന്നിയുടെ മകൻ 23 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണമ്പേട്ട സെന്ററിന് സമീപമായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ തട്ടിയ ശേഷം തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. അഷ്ടമിച്ചിറയിൽ ടൈൽ കയറ്റിപ്പോയ വാഹനം റോഡരികിലെ സ്ലാബ് തകർന്ന് കാനയിൽ കുടുങ്ങി. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന പാതയിൽ അഷ്ടമിച്ചിറ SNDP ശാഖയുടെ മുന്നിലാണ് സംഭവം. ഫോണിൽ സംസാരിക്കുന്നതിനായി വാഹനം റോഡിൽ നിന്ന് മാറ്റിയപ്പോഴാണ് സ്ലാബിൽ കയറിയത്. അരികു കെട്ടാതെ സ്ലാബ് ഇട്ടതാണ് അപകടത്തിനിടയാക്കിയത്. പിന്നീട് ടൈൽ ഇറക്കിയാണ് വാഹനം കയറ്റാനായത്.
അന്തിക്കാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് കെ.പി. പ്രഭാകരന്റെ 15ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം വി.എസ്. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിപിഐ ദേശീയ കൌൺസിൽ അംഗങ്ങളായ സി.എൻ. ജയദേവൻ, കെ.പി. രാജേന്ദ്രൻ, സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി.ആർ. രമേഷ് കുമാർ, സി.സി. മുകുന്ദൻ എം.എൽ.എ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു. ജില്ലയിൽ ഒരു മാസത്തിനിടെ 5ഓളം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നു. കുന്നംകുളം അഞ്ഞൂര് ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം, വെള്ളാനി താണിശ്ശേരി അക്കീരംകണ്ടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം, എരുമപ്പെട്ടി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. അഞ്ഞൂരിൽ വെള്ളിമാലകളും ഗോളകവും, ആമ്പല്ലൂരിലും താണിശ്ശേരിയിലും ഭണ്ഡാരം തകർത്ത പണവുമാണ് കവർന്നത്. എന്നാൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. മോഷണം പെരുകുന്നതോടെ ആശങ്കയിലാണ് ക്ഷേത്രം ഭാരവാഹികളും പൊതുജനങ്ങളും. സിപിഎം വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി. കൃഷ്ണപിള്ള ദിനം ആചരിച്ചു. വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സണ്ണി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി.ആർ. ദിലീപ് അധ്യക്ഷത വഹിച്ചു. സി.പി. ജോൺസൺ, ബെന്നി ആന്റണി, ഇ.വി. മുഹമ്മദ്, കൊച്ചപ്പൻ വടക്കൻ, എം.കെ. അംബിക, ജോസഫ് കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിനി ശ്രീഷ്മ ചന്ദ്രനെ മറ്റത്തൂർ GLP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സംഘടനാ പ്രസിഡന്റ് ബിജു തെക്കൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടി.എൻ. മനോജ്, എം.എം. ദേവേന്ദ്രബാബു, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വെച്ച് നൽകുന്ന 30 വീടുകൾക്ക് തുക കണ്ടെത്തുന്നതിന് വേണ്ടി ജനകീയ സോപ്പ് കട തുറന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ പി.ടി. മണികണ്ഠന് ആദ്യ വിൽപ്പന നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് A.R. കൃഷ്ണൻകുട്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി P.J. രാജ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. ിലെ പൂരം നടത്തിപ്പിനായുള്ള ഭാരവാഹികളെ കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗം തെരഞ്ഞെടുത്തു. രക്ഷാധികാരികൾ A.K. മേനോൻ, ഡോക്ടർ P.S. മോഹൻദാസ്, A.P. ജനാർദ്ദനൻ, പ്രസിഡന്റ് A.K. സതീഷ് കുമാർ, ജനറൽ സെക്രട്ടറി P.A. വിപിൻ, വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളഞ്ചേരി, ചീഫ് കോർഡിനേറ്റർ വിജയൻ പൂണോത്ത്, ട്രഷറർ P. പ്രസാദ്, ജനറൽ കൺവീനർ K.R. രമേശ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. പഴമയും പുതുമയും ഇഴചേർന്ന വൈവിധ്യമാർന്ന അപൂർവ ഇനം ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരിടമാണ് 7 പതിറ്റാണ്ട് പിന്നിട്ട മതിലകം പുതിയകാവിലെ MKS സ്റ്റോഴ്സ്. വീടുകളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമായിട്ടുള്ളതുമായ അപൂർവ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വാങ്ങുന്നതിനും നിരവധി പേരാണ് ദിനംപ്രതി ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്കെത്തുന്നത്. പുതിയകാവ് സ്വദേശി മുളമ്പറമ്പിൽ ഇക്ബാലിൻ്റെതാണ് കട. പിതാവ് സെയ്ദ് മുഹമ്മദ് തുടങ്ങിവെച്ച പലചരക്ക് കടയാണ് പിന്നീട് അപൂർവ വസ്തുക്കളുടെ വൻ ശേഖരമായി മാറിയത്. അടച്ചു വയ്ക്കാവുന്ന അലക്കുകല്ല്, പാമ്പുതല്ലി, കയറുകൊണ്ടുള്ള ഉറി, പാത്രങ്ങൾ മറിയാതെ വെക്കാനുള്ള തെരിക, തൊപ്പിക്കുട, ഓലക്കുട, വൈവിധ്യമാർന്ന മൺഭരണികൾ, സമോവറിനൊപ്പമുള്ള ചായസഞ്ചി, കൈച്ചിരവ, വിവിധ തരം കുട്ടകൾ, പെട്ടിയിലാക്കി കൊണ്ടു നടക്കാവുന്ന ചെറിയ അരക്കല്ല് എന്നുവേണ്ട വലുതും ചെറുതുമായ വീട്ടിലേക്ക് ആവശ്യമായ എന്തും വാങ്ങാൻ ഇവിടേക്ക് എത്തിയാൽ മതി. കാർഷിക ഉപകരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് ഇവിടെ. ദേശീയപാത 66-ൽ പുതിയകാവ് വളവിൽ തന്നെയാണ് കടയെന്നതിനാൽ ചുറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴമ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒന്ന് കാണാനും പരിചയപ്പെടാനും ദിവസവും നിരവധി പേരെത്താറുണ്ടെന്ന് ഇക്ബാൽ പറയുന്നു. ഉപ്പായിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത്. ഞാനിതിൽ പഴക്കൂടി നിന്നിട്ട് 45 വർഷത്തോളമായി. ഞാനതുപോലെ ഇത് കൊണ്ടുനടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ പഴയ സാധനങ്ങളും ഇപ്പോഴും അന്നത്തെ മാതിരി ഇപ്പോഴും ഇവിടെ വിൽക്കപ്പെടുന്നത്. ഇതും അവരോ ജീവിത പ്രശ്നം കൂടിയാണിത്. ഇത് വിൽക്കുന്നതോട് അനുബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മളിത് വിറ്റ് ഒഴിച്ച് അവർക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അയൽ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആവശ്യക്കാരെത്തുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഏതായാലും പഴമയെ കൂടെ ചേർത്ത് പിടിക്കുന്നവർക്ക് അത്താണിയാണ് ഈ കട. TCV ന്യൂസ്, കയ്പമംഗലം.
വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങളുടെ ബസ്സുകൾ വ്യാഴാഴ്ച കാരുണ്യയാത്ര നടത്തും. ഇന്ധനത്തിന്റെ തുകയും കാരുണ്യയാത്രയിൽ പങ്കെടുക്കുന്ന ബസ്സിലെ ജീവനക്കാരുടെ ശമ്പളവും കിഴിച്ചുള്ള തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MS പ്രേംകുമാർ, വൈസ് പ്രസിഡന്റ് KS ഡൊമിനിക്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ, ട്രഷറർ PG രാധാകൃഷ്ണൻ, സെൻട്രൽ കമ്മിറ്റി അംഗം CA ജോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. P. കൃഷ്ണപിള്ള അനുസ്മരണ വാർഷിക ദിനം CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, ജിയോ ഫോക്സ് എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 4 ദിവസം മത്സ്യക്കച്ചവടം നടത്താൻ മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. 4 ഘട്ടങ്ങളിലായി മത്സ്യക്കച്ചവടം നടത്തി ലഭിക്കുന്ന ലാഭവിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. 1ാം ഘട്ടം ഈ മാസം 21-ന് നടക്കും. തൃശൂർ ജില്ലയിലും പാലക്കാട്, മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലും 19 വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളും ഇട്ടാണ് കച്ചവടം നടത്തുക. 2ാം ഘട്ടം ഓഗസ്റ്റ് 28-ന് എരുമപ്പെട്ടി സെന്ററിലും 3ാം ഘട്ടം സെപ്റ്റംബർ 4-ന് പന്നിത്തടം സെന്ററിലും 4ാം ഘട്ടം സെപ്റ്റംബർ 11-ന് വെള്ളറക്കാടും നടക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി VS ശ്രീനീഷ്, ട്രഷറർ അബ്ദുൾ റസാഖ് പന്നിത്തടം എന്നിവർ പങ്കെടുത്തു. നാടക സിനിമാ പ്രവർത്തകനായിരുന്ന രാജീവ് വിജയന്റെ ഓർമ്മയ്ക്കായി സൌഹൃദ കൂട്ടായ്മയും പാർലക്കാട് GUP സ്കൂളും 3 വർഷമായി നടത്തിവരുന്ന രാജീവം അനുസ്മരണം കുട്ടികളുടെ സ്ഥിരം നാടകവേദിക്ക് രൂപം നൽകി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ ഉദ്ഘാടനവും കുട്ടികളുടെ നാടകവേദിയുടെ പ്രഖ്യാപനവും നടത്തി. നഗരസഭാ കൌൺസിലർ ധന്യ നിതിൻ അധ്യക്ഷയായി. ചടങ്ങിൽ രാജീവ് വിജയൻ സൌഹൃദ കൂട്ടായ്മ നാടക സംഘത്തിന്റെ പ്രവർത്തനത്തിനുള്ള ആദ്യ തുക 5000 രൂപ സ്കൂൾ പ്രിൻസിപ്പൽ ഷീല VS-ന് കൈമാറി. വൈശാഖ് KVയുടെ നേതൃത്വത്തിൽ 5 ദിവസമായി സ്കൂളിൽ നടന്ന തിയേറ്റർ ശില്പശാലയിൽ നിന്ന് രൂപപ്പെടുത്തിയ തുപ്പേട്ടന്റെ ഡബിൾ ആക്ട് എന്ന നാടകവും അനുസ്മരണത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. ഗായകനും ദേശീയ അന്തർദേശീയ നാടക നടനും സംവിധായകനുമായ മാർട്ടിൻ ഊരാളി പാട്ടും പറച്ചിലുമായി കുട്ടികളോട് സംവദിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. CLC അതിരൂപത പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതിരൂപത CLC പ്രസിഡന്റ് ജെറിൻ ജോസ് അധ്യക്ഷനായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ, യൂത്ത് CLC പ്രസിഡന്റ് ജിൻഡോ ജോഷി, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, ഡീക്കൻ സാൽവിൻ കണ്ണനായ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അയനം സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ 15ാമത് അനയം CV ശ്രീരാമൻ കഥാ പുരസ്കാരത്തിന് ഷനോജ് R ചന്ദ്രന്റെ കാലൊടിഞ്ഞ പുണ്യാളൻ എന്ന പുസ്തകം അർഹമായി. 11,111 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സന്തോഷ് കുമാർ ചെയർമാനും CS ചന്ദ്രിക, BKK രമേശ്, ഡോക്ടർ രോഷിൻ സ്വപ്ന എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത്. ഈ മാസം 30-ന് വൈകിട്ട് 5-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ പുരസ്കാരം സമർപ്പിക്കും. സന്തോഷ് കുമാർ, CS ചന്ദ്രിക, വിജേഷ് എടക്കുന്നി, PV ഉണ്ണികൃഷ്ണൻ, ഹാരിഷ് റോക്കി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഓമിക്സ് വിദഗ്ധർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ സമ്മേളിക്കും. രോഗനിർണയം, ചികിത്സ, ഗവേഷണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ബയോ ഇൻഫോർമാറ്റിക്സ് വിദഗ്ധരാണ് ദ്വിദിന ചർച്ചകൾക്കായി ഈ മാസം 23, 24 തീയതികളിൽ ജൂബിലി ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളിക്കുന്നത്. തിരുവനന്തപുരം IISRE ഡയറക്ടർ ഡോക്ടർ JN മൂർത്തി ഉദ്ഘാടനം ചെയ്യും. ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലുശ്ശേരി, റിസർച്ച് ഡയറക്ടർ ഡോക്ടർ DM വാസുദേവൻ, റിസർച്ച് കോർഡിനേറ്റർ ഡോക്ടർ PR വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജൽജീവൻ മിഷന്റെ ഫണ്ട് ലഭിച്ചിട്ടും റോഡുകൾ നന്നാക്കാത്തതിനെതിരെയും ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകൾ പാർട്ടിക്കാർക്ക് മാത്രം നൽകുന്നതിനെതിരെയും താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ ജംഗ്ഷനിൽ നിന്ന് താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. BJP തൃശൂർ ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TG രതീഷ് അധ്യക്ഷനായി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, കൃഷ്ണനുണ്ണി, NS സുഗതൻ, നിഷ പ്രവീൺ, റെനി കൃഷ്ണപ്രസാദ്, സുഖേന്ദു സെൻ, പ്രേമപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ബേളേക്കാട് സുനിൽ കുമാറിനെ 5ാം വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അനുമോദിച്ചു. അംഗൻവാടി അധ്യാപിക സതീരംഗൻ, ആശാ വർക്കർ സുശീല രാജൻ, മുകുന്ദൻ വേളൂക്കര, ദേവദാസ് കൊട്ടേക്കാട്, ഷീല ബാബു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. LDF സ്ഥാനാർത്ഥികൾക്ക് 2592 വോട്ട് വരെ ലഭിച്ചപ്പോൾ എതിരായി മത്സരിച്ച കോൺഗ്രസിന് പരമാവധി ലഭിച്ചത് 425 വോട്ടാണ്. KC രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് VA ഗിരീഷ്, AK രാജൻ, VV രാഗേഷ്, KR പ്രതീഷ്, KM സിറാജ്, സജിത ബിജു, BA രേവതി, അഡ്വക്കേറ്റ് PR ഷിനോയ്, KA അജ്മൽ, KG സജിത്, സിൽജ ജോഷി, ജിത്ത സനിൽ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരിൽ 6 പേർ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ തമിഴ് ബ്രാഹ്മണരുടെ യജുർ ഉപാകർമ്മം നടന്നു. യജ്ഞ ഉപവീതം, ബ്രഹ്മയജ്ഞം, തർപ്പണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ചടങ്ങുകൾക്ക് ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, S കൃഷ്ണമൂർത്തി, ഹരിശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച ഇതിന്റെ തുടർച്ചയായി ഗായത്രി മന്ത്ര ജപവും ഉണ്ടാകും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനാധിപത്യ രീതിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. 5 മുതൽ +2 VHSC വരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ ലീഡറെ തെരഞ്ഞെടുക്കുന്നതിനായാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ചെയർമാനായി മിൻഹാസ് ബിൻ അബ്ബാസ്, വൈസ് ചെയർമാൻ നിദ, സെക്രട്ടറി AA ഹിഷാം, ജോയിന്റ് സെക്രട്ടറി റിസാന എന്നിവരെ തെരഞ്ഞെടുത്തു. വെള്ളാരം കല്ല് പെറുക്കി വിറ്റ് കിട്ടിയ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി ഗിൽന മരിയ. സ്നേഹാരം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ഗിൽന മണലൂർ സ്വദേശി വർക്കിയുടെയും ലിജിയുടെയും 2ാമത്തെ മകളാണ്. തുക സബ് കളക്ടർ മുരളിക്ക് കൈമാറി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം അരങ്ങേറി. കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസലിൻ പൂവത്താനം, പ്രോഗ്രാം കൺവീനർ രഞ്ജിനി എന്നിവർ സംസാരിച്ചു. എളവള്ളി വാഗ ശ്രീ കാർത്തേനി ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി മംഗലത്ത് മനക്കൽ അനിൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ രമ പുറവൂർ, ശ്രീകുമാർ വാഗ, ബാലൻ തൊമ്മിൽ, MN രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. മേൽശാന്തി അരുൺകുമാർ എമ്പ്രാന്തിരി വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഭക്തജനങ്ങൾക്ക് പൂജിച്ച നെൽക്കതിരുകളും പ്രസാദങ്ങളും നൽകി. ഇല്ലം നിറ ചടങ്ങുകൾക്ക് ട്രസ്റ്റി കല്ലട്ടുകുഴിയിൽ കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ, CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ദി അന്തിക്കാട്സ് UAE അസോസിയേഷൻ വാർഷികാഘോഷം അന്തിക്കാട്സ് UAE സംഘടനയുടെ മുതിർന്ന അംഗം രവീന്ദ്രൻ ചേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ജിനേഷ് മൂത്തേടത്ത് അധ്യക്ഷനായി. വയനാട് പുനരധിവാസത്തിനായി അംഗങ്ങൾ സംഭാവന ചെയ്ത ആദ്യ ഗഡുവായ 1 ലക്ഷം രൂപ
അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദന് കൈമാറി. കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് KK, രാജീവൻ സുകുമാരൻ, ഷാജി കളരിക്കൽ, യതീന്ദ്രൻ, ജലജ സോമൻ, ദിബേഷ് അണ്ടേഴത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ലീന മനോജ് എന്നിവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സഹായം തേടുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ ആവിട്ടപ്പള്ളി പരേതനായ കല്ലിങ്ങപ്പുറം ശ്രീധരൻ മകൻ ശ്രീയേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. വൃക്കകളിൽ കുമിളകൾ വരുന്ന ഗുരുതരമായ രോഗമാണ് ഈ യുവാവിനെ ബാധിച്ചിട്ടുള്ളത്. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നതിനാൽ എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കാനും വലത് വൃക്ക നീക്കം ചെയ്യാനുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വലത് വൃക്ക നീക്കം ചെയ്യുന്നതിനും ഡയാലിസിസിനുമായി ഇതിനകം 7 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു. ഇടത് വൃക്ക നീക്കം ചെയ്യുന്നതിനും പിന്നീടുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചിലവ് വരും. അമ്മയും ഭാര്യയും 2 പിഞ്ചുകുഞ്ഞുങ്ങളും അടങ്ങുന്ന ശ്രീയേഷിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാനാവുന്നതിലും അപ്പുറമായതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ യുവാവ്. ശ്രീയേഷിന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക സമാഹരിക്കുന്നതിന് പഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടൻ ചെയർമാനും ഷോബി കുണ്ടിൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ 170200004670 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര. നാഗ്പൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി വെങ്കല മെഡൽ നേടിയ തളിക്കുളം സ്വദേശിനി VD കൃഷ്ണാഞ്ജനയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലപ്പെട്ടിയിലെ വസതിയിലെത്തി ആദരിച്ചു. പ്രസിഡന്റ് EG ചന്ദ്രബോസ് മൊമന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി PM ഖാദർ കുഞ്ഞ് പൊന്നാട അണിയിച്ചു. ES വസന്തകുമാർ, NS മോഹൻദാസ്, AH അബ്ദുൾ സത്താർ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് പെരിങ്ങോട്ടുകര പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് സുരേഷ് വാര്യർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി VR സൽഗുണൻ, രാജീവ് മുത്തേരി, രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവർ സ്ഥാനമേറ്റു. റീജിയണൽ ചെയർപേഴ്സൺ MC മദനകുമാർ, MM ദിനേശൻ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. മഹാഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു ചടങ്ങ്. കതിർക്കറ്റുകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് വരാഹി ദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തി. ഭക്തർക്ക് വേണ്ടി വരാഹി ദേവിക്ക് പൂജ ചെയ്ത നെൽക്കതിർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പ്രവീൺ പണ്ടാരത്തിൽ ഏറ്റുവാങ്ങി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് വന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വിഷ്ണു കൂട്ടാല എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വഴിയോര കച്ചവട തൊഴിലാളികളുടെ പുനരധിവാസ കേന്ദ്രമായ ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിലെ വൈദ്യുതി വിച്ഛേദിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വഴിയോര കച്ചവട തൊഴിലാളികൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് T ശ്രീകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PT ശ്യാംപ്രസാദ്, ശ്യാം തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെട്ടിശ്ശേരി 44 നമ്പർ അംഗൻവാടിയിൽ നിന്നും പാമ്പിനെ പിടികൂടി. കെട്ടിടത്തിനുള്ളിലെ അലമാരയ്ക്ക് സമീപത്തു നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. നോങ്കല്ലൂർ അഗതിയൂരിൽ കണ്ടെത്തിയ നാഗശലഭം നാട്ടുകാരിൽ കൗതുകമുണർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നായ നിശാശലഭത്തെയാണ് അഗതിയൂരിൽ കണ്ടെത്തിയത്. അറ്റ്ലസ് മൊത്തത്തെന്നും മുൻചിറകുകളുടെ അഗ്രഭാഗത്ത് പാമ്പിന്റെ തലയോട് സാമ്യമുള്ളതുമായ കാൺ സ്നേക്ക് ഹെഡ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. കേരളത്തിൽ സർപ്പശലഭം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. രാത്രിയിലാണ് കൂടുതലായി ഇവ സഞ്ചരിക്കുന്നത്. 12 ദിവസം മാത്രം ആയുസ്സുള്ള നാഗശലഭങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാറില്ല. അഗതിയൂരിൽ റോഡരികിൽ വിരുന്നെത്തിയ നാഗശലഭത്തെ കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് വരുന്നത്. ചേർപ്പ് പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി തെരഞ്ഞെടുത്ത ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഏബൽ ജോൺ പുന്നയ്ക്കപ്പടവിലെ PTA യുടെ നേതൃത്വത്തിൽ ആചരിച്ചു.
പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പ്രധാന അധ്യാപിക ലതിക പൊന്നാട അണിയിച്ചു. PTA പ്രസിഡന്റ് CK വിനോദ് മൊമന്റോ കൈമാറി. PTA വൈസ് പ്രസിഡന്റ് ജിഷിത, MPTA പ്രസിഡന്റ് നിജി തോമസ്, അംഗങ്ങളായ ആഷിഫ സഗീർ, ഷാരി ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി വാണിജ്യം. സാനിറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് വിപണന രംഗത്ത് 4 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രമുഖ സ്ഥാപനമായ ലാവിഷ് ഗ്രൂപ്പ് പ്രീമിയം ബ്രാൻഡുകളിലുള്ള ടൈലുകളുടെയും സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരവുമായി ഒരുക്കിയ പുതിയ ഷോറൂം ലാവിഷ് പ്രീമിയർ പ്രൈവറ്റ് ലിമിറ്റഡ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുറുപ്പൻ റോഡ് മന്നാടിയാർ ലൈനിൽ പ്രവർത്തനം ആരംഭിച്ച ലാവിഷ് പ്രീമിയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആശീർവാദ കർമ്മം കൂനമ്മൂച്ചി ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ നിർവഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL ഔസേപ്പ്, പത്നി റോസലി ഔസേപ്പ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലാവിഷ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ലിൻസൺ തരകൻ, ഡയറക്ടർ പ്രിറ്റി ലിൻസൺ, ജനറൽ മാനേജർ ജിയോ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. ലാവിഷ് ഗ്രൂപ്പിന്റെ സ്വന്തം കെട്ടിടത്തിൽ 4 നിലകളിലായി 30,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. സൊമാനിയോ, കജാരിയ, ക്യൂട്ടോൺ, ടോറിനോ, ജോൺസൺ, സിംപോളോ, എക്സാറോ, ഫ്രാങ്കെ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ വൈവിധ്യവും പുതുമയേറിയതുമായ ടൈലുകളുടെയും സാനിറ്ററി സാമഗ്രികളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകൾ ഈ ഷോറൂമിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കിണങ്ങും വിധം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യത്തോടെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. മന്നാടിയാർ ലൈനിലുള്ള ലാവിഷ് സാനിറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സഹോദര സ്ഥാപനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400063117. പെയിന്റ് വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബിർള ഓപ്പസ് പെയിന്റിന്റെ കേരളത്തിലെ 3ാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രണ്ട്സ് പെയിന്റ്സ് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ ബിന്ദു തിയേറ്ററിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച ഫ്രണ്ട്സ് പെയിന്റ്സിന്റെ ഉദ്ഘാടനം ബിർള ഓപ്പസ് പെയിന്റ്സ് സോണൽ ഫ്രാഞ്ചൈസ് മാനേജർ ബേസിൻ സൈമൺ നിർവഹിച്ചു. ഫ്രണ്ട്സ് പെയിന്റ്സ് പാർട്ണർമാരായ G സന്തോഷ് കുമാറും CJ ബാബുവും ചേർന്ന് രാജേഷ് ബാലിന് പെയിന്റ് പ്രോഡക്ട്സ് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബിർള ഓപ്പസ് പെയിന്റ്സ് ഏരിയ സെയിൽസ് മാനേജർ മാത്യു ജോർജ്, റീജിയണൽ ഫ്രാഞ്ചൈസ് മാനേജർ PV ജോസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഇന്റീരിയർ ഫിനിഷസ്, എക്സ്റ്റീരിയർ ഫിനിഷസ്, വാട്ടർ പ്രൂഫിംഗ്, ഇനാമൽസ്, വാൾപേപ്പേഴ്സ്, വുഡ് ഫിനിഷ് വിഭാഗങ്ങളിലുള്ള പെയിന്റുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ പ്രോഡക്ട്സിന് 16 വർഷം വരെയും ഇന്റീരിയർ പ്രോഡക്ട്സിന് 8 വർഷം വരെയും വാറണ്ടി നൽകുന്നു. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ഭിത്തിയിൽ പോറലേൽക്കാത്ത സ്കഫ് ആൻഡ് സ്റ്റെയിൻ റെസിസ്റ്റൻസ് പെയിന്റ് പ്രോഡക്ട്സ് അവതരിപ്പിച്ചിട്ടുള്ളതും ഇന്റീരിയർ ഫിനിഷിന് വാറണ്ടി നൽകുന്നതും ബിർള ഓപ്പസ് പെയിന്റ്സ് മാത്രമാണ്. ഉദ്ഘാടന ഓഫറായി പെയിന്റ് ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിത അളവിലും 10% കൂടുതൽ ലഭ്യമാണ്. കസ്റ്റമേഴ്സിന് കളർ കൺസൾട്ടേഷൻ സൗകര്യവും 20 കിലോമീറ്റർ ദൂരപരിധിയിൽ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ, വെള്ളി ഗ്രാമിന് 91 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,231 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. അടിമുടി സ്ത്രീ വിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ട്. നടിമാരുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മുൻ MLA PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MV ഗോവിന്ദൻ.
പാവർട്ടി പെരിങ്ങാട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30ഓളം കോഴികളാണ് ചത്തത്. പെരിങ്ങാട് പുഴയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് പെരിങ്ങാട് പുഴയുടെ ആഴം കുറഞ്ഞ അവസ്ഥയിൽ. കാഞ്ഞാണി പാവർട്ടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തുന്നു. കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.